കേരളത്തിലും കോൺഗ്രസ് സീറ്റ് വിൽപ്പന നടത്തിയെന്ന ആരോപണവുമായി സിപിഐഎം. കോൺഗ്രസ് മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടിയായി മാറിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വ്യക്തമാക്കി. പ്രഖ്യാപനത്തിന് മുൻപ് പലരും പ്രചാരണം തുടങ്ങിയതും പണം നൽകി സീറ്റ് വാങ്ങിയതിന് തെളിവാണ് എന്നാണ് ആരോപണം. വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച കണക്ക് എവിടെ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയില്ല എന്നും എം സ്വരാജ് ആരോപിച്ചു. ആദ്യം ആ വാക്കുകളിലേക്ക്. ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പണമുണ്ടാക്കാനായി കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ള മാർഗം സീറ്റുകൾ വിൽക്കുക എന്നതാണ്. നിയമസഭാ സീറ്റ് മുതൽ പാർലമെന്റ് സീറ്റും രാജ്യസഭാ സീറ്റുമെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടി എന്ന നിലയിലാണെന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇങ്ങനെയുള്ള സീറ്റ് വിൽപ്പന നടന്നതായിട്ട് പ്രാഥമികമായി തന്നെ നിരീക്ഷിച്ചാൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് കാണാനാവും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിനു മുൻപ്, ഏറെ നാൾ മുൻപ് മുതൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു. ആദ്യമേ പണം കൊടുത്ത് സീറ്റ് ഉറപ്പിച്ചതിന്റെ തെളിവാണത്. ഈ കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമായാണ് വയനാട്ടിലെ ഇപ്പോഴത്തെ തട്ടിപ്പും നാം കാണേണ്ടത്. ഈ നിമിഷം വരെ എത്ര തുക പിരിച്ചെന്നോ ഏത് അക്കൗണ്ടിലാണ് പണമുള്ളതെന്നോ പറഞ്ഞിട്ടില്ല. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടാത്ത ഒരു പുതിയ ആരോപണവുമായി കോൺഗ്രസിനെതിരെ വന്നിരിക്കുകയാണ് സിപിഐഎം. അത് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് എം സ്വരാജ് മുന്നിട്ടിറങ്ങുന്നു എന്ന ഒരു പുതിയ നിരീക്ഷണമുണ്ടല്ലോ. അതുകൂടി വീണ്ടും സ്വരാജ് തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇത്തരമൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ മോഷ്ടാക്കളുടെ ഒരു ദേശീയ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഒരു വേർഷൻ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും അതിൽ എം സ്വരാജ് പ്രധാനമായും പറയുന്നത് ബീഹാറിലും ഹരിയാനയിലും നടന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പിന്നെ മറ്റ് KC വേണുഗോപാൽ, അതെ, ഈ മൂന്ന് പേരുടെക്കെതിരെയും വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇവരുടെ PA-മാരെ മാറ്റി നിർത്തേണ്ടി വന്നിരുന്നു. അതെല്ലാം തന്നെ ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതായത് സീറ്റിന് വേണ്ടി പണം നൽകുന്നു, പേയ്മെന്റ് സീറ്റ് എന്നുള്ള ആരോപണം ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നും ഉയരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും കേരളത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് CPIM ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പേയ്മെന്റ് സീറ്റ് വിവാദം വീണ്ടും രൂക്ഷമായി തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ എം സ്വരാജ് ചെയ്തിരിക്കുന്നത്. അത് പേയ്മെന്റ് സീറ്റ് ഏതൊക്കെ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ പലരും പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങുന്നു. പണം വാരി വിതറുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം ഉത്തരം പറയണം. വയനാട്ടിലെ അവിടുത്തെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയാത്തത് ഇതുമൂലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും PA-മാരെ ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മാറ്റി നിർത്തിയത് അത് അംഗീകരിക്കുന്നതിന്, അതായത് കുറ്റസമ്മതം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത് എന്നുള്ളതും ഇതിന് മറുപടി പറയണം എന്നുള്ള കാര്യം കൂടിയാണ് ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാണ പോലും അങ്ങനെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പാർട്ടിയല്ല CPM എന്നുള്ളതും അത് ധനരാജിന്റെ കുടുംബത്തോട് ചോദിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ ദിലിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതും പാർട്ടി വേർഷം പറയുന്നതും എം സ്വരാജാണ്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നുള്ള ഒരു വേർഷൻ, അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാവുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് തീർത്തും അസംബന്ധമാണ് എന്നും അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കഥ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് അസംബന്ധം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുപടിയായി ഇപ്പോൾ എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബീഹാറിലെയും ഹരിയാനയിലെയും സംഭവങ്ങൾ വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് എം സ്വരാജ് തിരികൊളുത്തിയിരിക്കുന്നു. അത് പേയ്മെന്റ് സീറ്റ്, പണം കൊടുത്ത് സീറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു വിവാദം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇനി അതിനുള്ള സ്വാഭാവികമായിട്ടും അതിനുള്ള മറുപടികളും തുടർചലനങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ദിൽന, കോൺഗ്രസിനെതിരെ സീറ്റ് വിവാദം ഉന്നയിക്കുകയാണ് എം സ്വരാജ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.